അതുകൊണ്ട് ഞാൻ പറയാണ്, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലെ പള്ളിയിൽ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഖുത്ബ ഓതാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു മിമ്പർ ഉണ്ടായിരുന്നു. ഒരു മിമ്പർ. ആ മിമ്പർ പള്ളി പുതുക്കി പണിയുന്ന സമയത്ത് ഒന്ന് മാറ്റി. അങ്ങനെ റസൂലുള്ളാഹി അടുത്ത വെള്ളിയാഴ്ച വന്നിരിക്കുകയാണ്. വെള്ളിയാഴ്ച അങ്ങനെ ഖുത്ബ ഓതുകയാണ്. ഒരു കുഞ്ഞ് ഏങ്ങലടിച്ച് കരയുന്നത് പോലെ ഈ ഈത്തപ്പനയുടെ തടി കരയുന്നത് ഞങ്ങൾ കേട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് കേട്ടപ്പോൾ എല്ലാവരും നോക്കി. എവിടുന്നാ ശബ്ദം? എല്ലാവരും ഇങ്ങനെ നോക്കിയപ്പോ ഈത്തപ്പന തടിയാ. ഒരു കുഞ്ഞിനെ സമാധാനിപ്പിക്കുന്നത് പോലെ അതിന്റെ അടുക്കൽ പോയിട്ട് അതിനെ തടവി സമാധാനിപ്പിച്ചു. ലോകത്തിന്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈത്തപ്പനത്തടി കരഞ്ഞു. കാരണം എന്താ? എന്റെ നേതാവല്ലേ, ദുനിയാവിന്റെ നേതാവ്, മൃഗങ്ങളുടെ നേതാവ്. പോയി നോക്കിയാൽ മതി, എവിടെയെങ്കിലും ഹൈവേയില് നീ കാണാൻ കഴിയും വലിയ മൃഗങ്ങളെങ്ങനെ കൊണ്ടുവരുന്നു. പോത്തുകളെയും മൂരികളെയും കാളകളെയും ഒക്കെ നിറച്ചിട്ട്. നിങ്ങളാരും കാണാറില്ല എന്നാണ് തോന്നുന്നത്. കാണാറില്ലേ? പാവം തോന്നും കണ്ടാൽ. നിയമങ്ങളൊക്കെ ഒരുപാടുണ്ട്, പക്ഷേ കൊണ്ടുവരാൻ ആർക്കാ കൊണ്ടുവരുന്നത്? നമുക്ക് നോമ്പറക്കാനേ. അതുപോലെ നമുക്ക് അറക്കണ്ടേ? അതിനൊക്കെ കൊണ്ടുവരികയാണ്. വല്ലാതെ കഷ്ടപ്പെടുത്തിട്ട്. ഇന്നാൾ ഞാനൊരു ദൃശ്യം കണ്ടത്, ഒരാള് അറുക്കാനുള്ള മൂരി എഴുന്നേൽപ്പിക്കുന്നതിന്റെ പിൻഭാഗത്ത് മുളകരച്ച് തേച്ചിട്ടാണ്. ക്രൂരത കാണിക്കുക. കോഴികൾ എന്താ അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത? നമ്മൾ ഡെയിലി അടിക്കുന്ന സാധനം എന്നുള്ളത് തന്നെ ആയിരിക്കും അല്ലേ? പൊരിച്ചും കരിച്ചും ബോധം കെടുത്തി എങ്ങനെയൊക്കെയാണ് കോഴിയെ കഴിക്കേണ്ടതെന്ന് ഓരോരുത്തർക്കും അറിയില്ല. അതല്ല കോഴിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ ലോകം സ്വാതന്ത്ര്യമില്ലാത്ത ജീവിയാണ് കോഴി. അത് നൽകാത്തത് നമ്മളുമാണ്. കാരണം വാഴാണ് കഴിഞ്ഞ് പോണ സമയത്ത് മിക്കവാറും ആളുകൾ കോഴിക്കടന് മുമ്പ് പോയിട്ട് ഏറ്റവും വലുതിനെ തന്നെ നോക്കി പിടിച്ചോ എന്ന് പറയും. എന്നിട്ടോ നന്നായിട്ടൊന്ന് പെടയാൻ സമ്മതിക്കാറുണ്ടോ? മര്യാദക്ക് ഒന്ന് അറുക്കുവോ? രണ്ടുമില്ല. നമ്മൾ അധികം ആളുകളും പറയും നീ തന്നെ അർത്ഥം. അവരൊറ്റ പിടുത്തവും ഒരൊറ്റ വിട്ടുവാണ്. ഈ കൂട്ടത്തിൽ ആരെങ്കിലും അത്യാധി കാര്യങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നോട് ദേഷ്യപ്പെടാൻ പറയില്ല, സൂക്ഷിക്കാൻ വേണ്ടി പറയാണ്. മൃഗങ്ങളോട് കാരുണ്യം കാണിക്കാൻ പറഞ്ഞു മുഹമ്മദ് മുസ്തഫ. കാരണം അവയുടെ നേതാവാണ്. അറുക്കുമ്പോഴെങ്ങനെ അറുക്കണം? അറുത്ത് കഴിഞ്ഞാൽ അറുക്കപ്പെട്ട മൃഗത്തിന് സ്വാതന്ത്ര്യം നൽകട്ടെ. അതാണ് എല്ലാ മൃഗങ്ങളുടെയും നേതാവ് മുഹമ്മദ് മുസ്തഫ. നിങ്ങളവയെ വേദനിപ്പിക്കല്ലേ, നിങ്ങളവയെ ബുദ്ധിമുട്ടിക്കല്ലേ. അൻസ്വാരിയായ ഒരു സ്വഹാബിയുടെ തോട്ടത്തിലേക്ക് ചെന്നു. അവിടെ ഉണ്ട് ഒരു ഒട്ടകം. ആ ഒട്ടകം ഇങ്ങനെ വന്നു നബിയുടെ അടുക്കൽ വന്നിട്ട് ഇങ്ങനെ തല ഇങ്ങനെ താഴ്ത്തി കൊടുത്തു. നബി ഇങ്ങനെ നോക്കിയപ്പോഴോ ഒട്ടകത്തിന്റെ കണ്ണുകൾ ഇങ്ങനെ നിറഞ്ഞൊഴുകുന്നുണ്ട്. നബി എന്ത് ചെയ്തു? മൃദുലമായ കൈകൾ കൊണ്ട് ആ ഒട്ടകത്തിന്റെ താട ഇങ്ങനെ തടവിക്കൊടുക്കുകയാണ്. എന്നിട്ട് ചോദിച്ചു, മൻ റബ്ബു ഹാദൽ ജമൽ? ഇതാരുടെ ഒട്ടകമാണ്? അൻസാരിയായ ഒരാൾ പറഞ്ഞു, ലീ യാ റസൂലല്ലാഹ്, അതെന്റെ ഒട്ടകമാണ് നബിയേ. എന്തേ ഈ ഒട്ടകത്തിന്റെ കാര്യത്തിൽ നീ അല്ലാഹുവിനെ സൂക്ഷിക്കുന്നില്ലേ നീ? കാരണം ഇതെന്നോട് പരാതി പറഞ്ഞിട്ടുണ്ട്. ഈ ഒട്ടകത്തിന് പ്രയാസമേറിയ ജോലികൾ നീ ചെയ്യിപ്പിക്കുന്നുണ്ടെന്ന് ഈ ഒട്ടകം എന്നോട് പരാതിപ്പെട്ടിട്ടുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. ഒരു ഷഹാദത്ത്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വ അഊദു ബിക മിനർ ആവേശത്തോടെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. അങ്ങനെ പുൽക്കൊടികൾക്ക്, മരങ്ങൾക്ക്, എല്ലാറ്റിനും ആഖിറത്തിലും കൗനൈൻ എന്നാ നമ്മൾ പറഞ്ഞത്. ദുനിയാവില് ഞാൻ പറയേണ്ടതില്ലല്ലോ ഇനി. ആഖിറത്തിലും അങ്ങനെ തന്നെ സയ്യിദുൽ കൗനൈൻ. ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ, ഹുവൽ ഹബീബുല്ലദീ തുർജാ ശഫാഅതുനാ ലികുല്ലി ഹൗലിൻ മിനൽ അഹ്വാലി മുഖ്തഹിമീ. അവിടെ ശഫാഅത്ത് ചെയ്യും. മുഹമ്മദുൻ യൗമ ബഅസില്ലാഹി ശാഫിഉനാ മുഹമ്മദുൻ നൂറുൽ ഹാദി മിനൽ മുലമീ.
ശഫാഅത്ത് ചെയ്യാണ്ടാവുക. ഒരാൾ രക്ഷപ്പെടൂലല്ലോ, ഒരാളുണ്ടാവില്ല, എല്ലായിടത്തും ഉണ്ടാവും. 10 വർഷക്കാലം അനസ് റളിയല്ലാഹു അൻഹു നബി തിരുമേനിക്ക് ഖിദ്മത്ത് ചെയ്തു. ചോദിച്ചു, നബിയേ അത്തശ്ഫഉ ലി യൗമൽ ഖിയാമ, അന്ത്യദിനത്തിൽ അങ്ങനെക്ക് ശുപാർശ ചെയ്യുമോ യാ റസൂലല്ലാഹ്? അനസേ, ചെയ്യാം. എവിടെ തേടണം അങ്ങേ ഞാൻ, എവിടെ അന്വേഷിക്കണം അങ്ങേ ഞാൻ? റസൂലുള്ളാഹി പറയുകയാണ്, അനസേ, എന്നെ നീ തേടേണ്ടത് ഇൻദൽ മീസാൻ, മീസാനിന്റെ അവിടെ എന്നെ നീ തേടിക്കോ. നന്മയും തിന്മയും തൂക്കുന്നിടത്ത്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. തിന്മ കുറയുമ്പോ ഞാൻ പിടിച്ചോളാനസേ, നന്മ കുറയുമ്പോ ഞാൻ പിടിച്ചോളാനസേ. എവിടെയാണ് അവിടെ കണ്ടില്ലെങ്കിൽ അങ്ങേ ഞാൻ അന്വേഷിക്കേണ്ടത്. ഫതുലുബ്നി ഇൻദ സിറാത്ത്, പാലത്തിന്റെ അവിടെ എന്നെ നീ തേടിക്കോ അനസേ. അവിടെയും അങ്ങേ ഞാൻ കണ്ടില്ലെങ്കിലോ ഫതുലുബ്നി ഇൻദൽ ഹൗദ്, എന്റെ ഹൗദുൽ കൗസറിന്റെ അടുക്കലേക്ക് നീ വന്നോളൂ, അവിടെ ഞാൻ ഉണ്ടാകും മനസ്സേ. മൻ റഅ വജ്ഹക യസ്അദ് യാ കരീമൽ വാലിദൈനി ഹൗലുക സ്വാഫിൽ മുബറദ് വിർദുനാ യൗമൻ നുശൂരി. അല്ലാഹുവിന്റെ റസൂലിന്റെ ഹൗദുൽ കൗസർ, അവിടെ എന്നെ നീ തേടിക്കോ അനസേ എന്ന് മുഹമ്മദ് മുസ്തഫ റളിയല്ലാഹു പാടിയതാണ്. യദുല്ലു അലർ റഹ്മാനി മൻ യഖ്തദി ബിഹി വയുഖീദു മിൻ ഹൗലിൽ ഖവാഫി വയുർശിദു വഇന്നാ ബഅംറുൻ ലം യഖൂമു ബിഹംലിഹി ഫമൻ ഇൻദഹു തൈസീറു മാ യതശദ്ദദു. എല്ലാവരുടെ പ്രയാസങ്ങളിലും രക്ഷയ്ക്ക് വേണ്ടി വരാൻ ഒരാൾക്കേ കഴിയുള്ളൂ. സവാദ് ബിൻ ഖാരിബ് റളിയല്ലാഹു അൻഹു നബിയോട് പറഞ്ഞു, നബിയേ ഫഅശ്ഹദു അന്നല്ലാഹ ലാ റബ്ബ ഗൈറുഹു വ അന്നക മഅ്മൂനുൻ അലാ കുല്ലി ഗായിബി വ കുല്ലി ശഫീഅൻ യൗമ ലാ ദു ശഫാഅതി ബിമഗ്നിൻ ഖദീലൻ അൻ സവാദ് ബിൻ ഖാരിബി. നമുക്കും പറയാനുള്ളതാണ്, നമുക്കും അപേക്ഷിക്കാനുള്ളതാണ്. ഈ സദസ്സിലിരുന്നു കൊണ്ട് മുത്ത് റസൂലിനെ കുറിച്ച് നമ്മൾ ഒരുപാട് പറഞ്ഞപ്പോ നമുക്കും പ്രതീക്ഷ അതാണ്. എന്റെ മുഅ്മിനെ, നോമ്പ് നോറ്റ് ക്ഷീണിച്ച് വഅദ് കേൾക്കാൻ വന്നവരെ, നമുക്കും പ്രതീക്ഷിക്കാനുള്ളത് അതാണ്. വകുല്ലി ശഫീഅൻ യൗമ ലാ ദു ശഫാഅതി. നബിയേ, ഞങ്ങളുടെ ഉമ്മയോടും ഞങ്ങളുടെ ബാപ്പയോടും ഞങ്ങൾക്ക് മക്കളുണ്ടാവില്ല, ഞങ്ങൾ പോറ്റി വളർത്തിയവരാരും ഉണ്ടാവില്ല, ഞങ്ങളെ പിടിക്കാൻ, ഞങ്ങൾക്ക് മോചനം നൽകാൻ വകുല്ലി ശഫീഅ, അങ്ങ് ഉണ്ടാകണം നബിയേ. ആ സ്നേഹം നമ്മളങ്ങ് നൽകുക എല്ലാറ്റിനേക്കാളും, അല്ലേ? ആ സ്നേഹം സഹാബികൾക്കിടയിൽ ആ മുഖം മതി.